ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്കും താൽക്കാലികമായ ചില സുഖഭോഗങ്ങൾക്കും വേണ്ടി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് കർത്താവിന്റെ വചനത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ക്രൈസ്തവ മക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം മറന്നു പോകരുത്. ഈശോ പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു സമയം കടന്നു വരും. ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു സമയത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 675 ഖണ്ഡികയിൽ സഭ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സഭ ഒരു അന്തിമ പരീക്ഷണത്തിലൂടെ കടന്നു പോകും. അതനേകം സഭാ മക്കളുടെ വിശ്വാസത്തെ പിടിച്ചുകുലുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ വിശ്വാസത്തെ പ്രതിയുള്ള ചില പരീക്ഷണങ്ങള്, പരിശോധനകൾ ഉണ്ടാകും. കർത്താവ് കൃത്യം പറഞ്ഞു വെച്ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് നിർവചനങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. കാണപ്പെടാത്തവ എന്താണ് ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാർപ്പാപ്പ പറയാണ്, വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ്. ഈശോയുമായിട്ടുള്ള എൻകൗണ്ടർ. ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബെനഡിക്ട് 16 സഭയ്ക്കുള്ള അനുഗ്രഹീതനായ മറ്റൊരു നമുക്കറിയാം മാർപ്പാപ്പയാണ്. വിശ്വാസത്തിന്റെ ഡിഫൻഡർ ആയിരുന്നു ശരിക്കും നമ്മുടെ പോപ്പ് ബെനഡിക്റ്റ്. മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ മാർപ്പാപ്പ പറയുന്നത്? കർത്താവിനോട് കൂടെ ജീവിക്കുവാനുള്ള നമ്മുടെ തീരുമാനമാണ് വിശ്വാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ശക്തമായ വാക്കുകളാണ്.